ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഓണം സ്പെഷ്യൽ പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കൈ വെച്ചിട്ടൊന്ന് പുളി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഓണമൊക്കെ ആയാൽ പുളിയിഞ്ചില്ലാതെ എന്തോ ഓണസദ്യ അല്ലേ. ഇനി ഒരു ചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നല്ലോണം പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ ഒരു മിക്സിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കണത്. പുളി ഞാനിത് നല്ലോണം കൈവച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി അത് ഒഴിച്ചതിന് ശേഷം ഞാനിതെല്ലാം കൂടി ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിതാ ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പുളിയിഞ്ചി നല്ലോണം കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.